ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹിക്മ എക്സാം എഴുതുന്ന കൊച്ചു കുട്ടികൾക്കായുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. ചോദ്യപേപ്പർ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും ഈ വർഷത്തേത്. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ പുതിയ മാതൃകയിൽ തയ്യാറാക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് ചോദ്യങ്ങൾ നോക്കിയാലോ. ഒന്നാമത്തെ ചോദ്യം, 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരത്തിന് നേരെ ടിക്ക് അടയാളപ്പെടുത്തുക. അതിലൊന്നാമത്തെ ചോദ്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കപ്പെട്ട വേദഗ്രന്ഥം ഏത്? ഓപ്ഷൻസ്: ഖുർആൻ, ഇഞ്ചീൽ, തൗറാത്ത്. ശരിയുത്തരം ഖുർആൻ. ആദ്യത്തെ നബി ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആദം നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം. ശരിയുത്തരം ആദം നബി അലൈഹിസ്സലാം. ഖുർആനിലെ ആദ്യത്തെ സൂറത്തിൻ്റെ പേരെന്ത്? അൽ ഫലഖ്, അന്നാസ്, അൽ ഫാത്തിഹ. ശരിയുത്തരം അൽ ഫാത്തിഹ. ജുമാ നമസ്കാരം നിർവഹിക്കേണ്ടത് എന്ന്? ഓപ്ഷൻസ്: ശനിയാഴ്ച, ബുധനാഴ്ച, വെള്ളിയാഴ്ച. ശരിയുത്തരം വെള്ളിയാഴ്ച. ഇസ്ലാം കാര്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? നമസ്കാരം, ഹജ്ജ്, ഖുർആൻ പാരായണം. ശരിയുത്തരം ഖുർആൻ പാരായണം. അടുത്ത ക്വസ്റ്റ്യൻ, പദസൂര്യൻ നിർമ്മിക്കുക. താഴെ കൊടുത്തവയിൽ നിന്നും യോജിച്ച വാക്കുകൾ എടുത്ത് പദസൂര്യൻ നിർമ്മിക്കുക. ളുഹർ, അസർ, ജുമുഅ, ഇശാ, റവാത്തിബ്, സുബഹ്. ഇവിടെ ഫർള് നമസ്കാരങ്ങൾ എന്ന് കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ ളുഹർ എന്നും കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഫർള് നമസ്കാരങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? അസർ, ഇശാ, സുബഹ്. അടുത്ത ക്വസ്റ്റ്യൻ, ശരി ഉത്തരത്തിന് ചുറ്റും വട്ടം വരയ്ക്കുക. എല്ലാവരെയും സൃഷ്ടിച്ചത് ആര്? അതിൽ ഓപ്ഷൻസ്: അല്ലാഹു, മുഹമ്മദ് നബി, മലക്കുകൾ. ശരിയുത്തരം അല്ലാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായത് എവിടെ വെച്ച്? മക്ക, മദീന, സിറിയ. ശരിയുത്തരം മദീന. അറബി അക്ഷരമാലയിൽ എത്ര അക്ഷരങ്ങൾ ഉണ്ട്? 28, 14, 32. ശരിയുത്തരം 28. നാം ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത് എന്ന്? ദുൽഹജ്ജ് 10, ശവ്വാൽ 1, റമദാൻ 30. ശരിയുത്തരം ദുൽഹജ്ജ് 10. അടുത്ത ക്വസ്റ്റ്യൻ, ശരി ഉത്തരത്തിന് നിറം നൽകാം. ഹിജ്റ കലണ്ടറിലെ ആദ്യ മാസം ഏത്? ഇവിടെ ഓപ്ഷൻസ്: സഫർ, മുഹറം, റമദാൻ. ശരിയുത്തരം മുഹറം. യോജിച്ച വാക്കുകൾ മാത്രം ചേർത്ത് വരച്ച് പദസൂര്യൻ പൂർത്തിയാക്കുക. നല്ല ശീലങ്ങൾ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന് യോജിച്ച വാക്കുകൾ മാത്രം ചേർത്ത് വരയ്ക്കുക. അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? കളവ് പറയില്ല, ഉമ്മയെ അനുസരിക്കും, മുതിർന്നവരെ ബഹുമാനിക്കും. അടുത്ത ചോദ്യം, ശരിയുത്തരം ചേർത്ത് വരയ്ക്കാം. ദഫ്മുട്ട്, കോൽക്കളി, ഒപ്പന. അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ്? ദഫ്മുട്ട്. ശരിയുത്തരം കണ്ടെത്തി നിറം നൽകാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളുടെ പേര് താഴെ കളങ്ങളിലുണ്ട്. കണ്ടെത്തി നിറം നൽകൂ. ആമിന റളിയല്ലാഹു അൻഹ, ഖദീജ റളിയല്ലാഹു അൻഹ, ഫാത്തിമ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ. ഫാത്തിമ റളിയല്ലാഹു അൻഹ. ചേരുംപടി ചേർക്കുക. അത്തഹിയാത്ത്, വുളൂഅ് ചെയ്യൽ, റുക്കൂഅ്, സുജൂദ്. അതിനുള്ള ചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിയായ ചിത്രത്തിന് നേരെ ശരിയായ വാക്ക് ചേർത്ത് വരയ്ക്കുക. അത്തഹിയാത്ത്, വുളൂഅ് ചെയ്യൽ, റുക്കൂഅ്, സുജൂദ്. ക്രമപ്പെടുത്തി എഴുതാം. ഒരു മുസ്ലിം ആഘോഷത്തിൻ്റെ പേര് താഴെ ക്രമം തെറ്റിച്ച് നൽകിയിട്ടുണ്ട്. ക്രമത്തിലാക്കി പേര് കണ്ടെത്തൂ. അതിലെ അക്ഷരങ്ങൾ നോക്കിയിട്ട് ക്രമപ്പെടുത്തി എഴുതുക. അപ്പം എന്ത് കിട്ടും? ബലിപെരുന്നാൾ. ശരി ഉത്തരത്തിന് ചുറ്റും വരയ്ക്കാം. കലമുൻ. അവിടെ ഹഖീബത്തുൻ, കിതാബുൻ, കലമുൻ 3 ചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കലമുൻ എന്നത് വട്ടം വരയ്ക്കാം. അടുത്തത് ബൈത്തുൻ. ഇവിടെ ഷജറത്തുൻ, ബൈത്തുൻ, വലതുൻ 3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബൈത്തുൻ എന്നുള്ളതിന് വട്ടം വരയ്ക്കാം. താഴെയുള്ള ചിത്രങ്ങളിൽ ആദ്യത്തെ അക്ഷരം ബ വരുന്ന ചിത്രത്തിന് ചുറ്റും വരയ്ക്കുക.
ബൈത്തുൻ, ജമലുൻ, ബക്രത്തുൻ, ഖിത്തുൻ. ശരിയുത്തരങ്ങൾ ബൈത്തുൻ, ബക്രത്തുൻ. ചിത്രവും അതിൻ്റെ അറബി പദവും ചേർത്ത് വരയ്ക്കുക. മസ്ജിദുൻ, ഖിത്തുൻ, തുഫാഹത്തുൻ, അസദുൻ. മസ്ജിദുൻ പള്ളി, ഖിത്തുൻ പൂച്ച, തുഫാഹത്തുൻ ആപ്പിൾ, അസദുൻ ലയൺ. ശരിയായ ചിത്രത്തിലേക്ക് ചേർത്ത് വരച്ചു കൊടുക്കുക. ചിത്രങ്ങൾ എണ്ണി ശരിയുത്തരത്തിന് ചുറ്റും വരയ്ക്കുക. സലാസത്തുൻ, സലാസത്തുൻ എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ ചിത്രങ്ങൾ എണ്ണി നോക്കി 3 എണ്ണം ഉള്ളതിലേക്ക് വരച്ച് ചേർത്ത് കൊടുക്കുക. അടുത്തത് അർബഅത്തുൻ. അർബഅത്തുൻ എന്ന് പറഞ്ഞാൽ 4 ചിത്രങ്ങളുള്ളത് ഏതാണെന്ന് നോക്കിയിട്ട് അതിലേക്ക് വരച്ചു കൊടുക്കുക. താഴെ കൊടുത്ത ചോദ്യങ്ങളുടെ ശരിയുത്തരത്തിന് ടിക്ക് അടയാളപ്പെടുത്തുക. ആമിന ബീവി മുഹമ്മദ് നബിയുടെ ആരാണ്? വല്യുമ്മ, ഉമ്മ, മകൾ, സഹോദരി. ശരിയുത്തരം ഉമ്മ. മുഹറം 10 പ്രത്യേകമായുള്ളത് എന്താണ്? നോമ്പ്, ഹജ്ജ്, നമസ്കാരം, സക്കാത്ത്. ശരിയുത്തരം നോമ്പ്. ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമത്തേത് ഏത്? ഖുർആൻ പാരായണം, ഹജ്ജ്, ഷഹാദത്ത് കലിമ, പ്രാർത്ഥന. ശരിയുത്തരം ഷഹാദത്ത് കലിമ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്തു പറയണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സ്വബാഹൽ ഖൈർ, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ശരിയുത്തരം അൽഹംദുലില്ലാഹ്. റബ്ബി റഹംഹുമ കമാ റബ്ബയാനി സഗീറ. ഈ പ്രാർത്ഥന ആർക്കു വേണ്ടിയുള്ളതാണ്? മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, അധ്യാപകർക്ക് വേണ്ടി, മുസ്ലിങ്ങൾക്ക് വേണ്ടി. ശരിയുത്തരം മാതാപിതാക്കൾക്ക് വേണ്ടി. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എഴുതി വയ്ക്കാൻ അള്ളാഹു ആരെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്? 2 മലക്കുകളെ, നബിയെ, പിശാചിനെ, 2 ജിന്നുകളെ. ശരിയുത്തരം 2 മലക്കുകളെ. ശരിയായ ക്രമത്തിൽ ഉള്ളത് ഏത്? സുബഹ്, ളുഹർ, അസർ, മഗ്രിബ്, ഇശാ. സുബഹ്, ളുഹർ, അസർ, ഇശാ, മഗ്രിബ്. ളുഹർ, സുബഹ്, മഗ്രിബ്, ഇശാ, അസർ. ഇതിൽ ശരിയായ ക്രമത്തിലുള്ളത് സുബഹ്, ളുഹർ, അസർ, മഗ്രിബ്, ഇശാ. താഴെ പറയുന്നവയിൽ ഏതാണ് ഖുർആനിൽ ഉള്ളത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ വാക്കുകൾ, അള്ളാഹുവിൻ്റെ വാക്കുകൾ. ശരിയുത്തരം അള്ളാഹുവിൻ്റെ വാക്കുകൾ.